ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ഇന്ന് നമ്മൾ പഠിക്കുന്ന ദൈവത്തിൻ്റെ വചനം, നിങ്ങൾ വിശ്വാസത്തിലിരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരിശോധിപ്പീൻ. അതായത്, ഒരു മനുഷ്യൻ ഈ ലോകത്തിൽ മാതാപിതാക്കൾക്ക് ജനിച്ച് ജീവിക്കുന്നു. പ്രായമായതിനു ശേഷം ദൈവത്തിൽ നിന്ന് വീണ്ടും ജനിച്ച് ക്രിസ്തീയ വിശ്വാസത്തിൽ ജീവിക്കുന്നു. ഇങ്ങനെ രണ്ട് ജീവിതമാണ് മനുഷ്യനുള്ളത്. ഇതിലൊന്നാമത്തെ ജീവിതം പിതാവിൽ നിന്ന് ഉത്ഭവിച്ചു വന്ന് മാതാവിൽ നിന്ന് ശരീരമെടുത്ത് ഈ ലോകത്തിൽ ജീവിക്കുന്നതാണ്. അവൻ ഈ ലോകത്തിൽ ജീവിക്കുന്നു എന്നുള്ളതിന് ലക്ഷണങ്ങളുണ്ട്. അതായത്, അവൻ ശരീരം അനങ്ങുന്നു, അതുപോലെ അവന് പഞ്ചേന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നു. ഇങ്ങനെ ജീവിക്കുന്നതിന് അടയാളങ്ങളുണ്ട്. ഇതുപോലെ തന്നെ വീണ്ടും ജനിക്കപ്പെട്ട ഒരു ദൈവത്തിൻ്റെ പൈതൽ ക്രിസ്തീയ വിശ്വാസത്തിൽ ജീവിക്കുന്നു എന്നതിനും അടയാളങ്ങളുണ്ട്. ഈ അടയാളങ്ങളാണ് നാം ഇന്ന് ഈ വചന പഠനത്തിൽ കൂടി ചിന്തിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് വീണ്ടും ജനനം പ്രാപിച്ച് ദൈവത്തിൻ്റെ മക്കളായി തീർന്നവരാണ് ദൈവത്തിൻ്റെ സഭ. അതിന് യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്തു. അവനെ കൈക്കൊണ്ടെന്ന് പറയുമ്പോൾ ആരെ കൈക്കൊണ്ട്? യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട്. യേശുക്രിസ്തു എന്ന ദൈവപുത്രനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകുവാൻ ദൈവം അധികാരം കൊടുക്കും. അപ്പോൾ സംഭവിച്ചത് എന്താണ്? 1 യോഹന്നാന്റെ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ പ്രകാരം എഴുതിയിരിക്കുന്നു, ദൈവപുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് തന്നെ. ദൈവപുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട്. അപ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത്, അവനെ കൈക്കൊണ്ടവരുടെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകാൻ അധികാരം കൊടുത്തു. ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്, അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് നിത്യജീവനുണ്ട്. നിത്യജീവൻ എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ജീവനാണ്. ആ ജീവൻ എന്ന് പറഞ്ഞിരിക്കുന്നത്, കുടികൊണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ നാമത്തിലാണ്. അതുകൊണ്ട് തന്നെ സുവിശേഷം 20-ാം അധ്യായത്തിൽ പ്രകാരം എഴുതിയിരിക്കുന്നു, യേശുക്രിസ്തു ദൈവപുത്രനെന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവനുണ്ടാകേണ്ടതിനും നിങ്ങൾക്കിത് എഴുതിയിരിക്കുന്നു എന്നെഴുതിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ നിന്ന് നമ്മളൊരു കാര്യം മനസ്സിലാക്കുന്നത്, ക്രിസ്തു യേശുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുമ്പോൾ അതിൽ കൂടി മനുഷ്യർക്ക് നിത്യജീവൻ ലഭിക്കുന്നു. ഈ നിത്യജീവനാണ് ക്രിസ്തുവിൻ്റെ ജീവനായിട്ട് അവൻ്റെ ഉള്ളിൽ വസിക്കുന്നത്. ഇങ്ങനെ വസിക്കുന്ന ഈ ജീവിതമാണ് അവൻ ഈ നാമത്തെ വിശുദ്ധീകരിക്കപ്പെട്ട് അവകാശമാക്കണമെന്ന് വചനത്തിൽ എഴുതിയിരിക്കുന്നത്. അതായത്, പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണം എന്ന് ശിഷ്യന്മാർ ആവശ്യപ്പെട്ടപ്പോൾ കർത്താവായ യേശു തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമത്തെ വിശദീകരിക്കണം തുടങ്ങി ചില കാര്യങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട്. അത് ലോകത്തിലെല്ലാവർക്കും
ക്രിസ്തീയ വിശ്വാസത്തെക്കുറിച്ച് എന്തെങ്കിലും ഗന്ധമുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രാർത്ഥനയാണത്. ഏറ്റവും ആദ്യത്തെ പ്രാർത്ഥനയുടെ ഭാഗമാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. സ്വർഗസ്ഥനായ പിതാവേ എന്ന് ദൈവത്തെ വിളിക്കണമെങ്കിൽ അതിൻ്റെ വ്യവസ്ഥ എന്ന് പറയുന്നത്, ഒന്ന്, ദൈവത്തിൻ്റെ മക്കളായി തീരണം. അതെങ്ങനെ സാധിക്കും? അതിന് അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കണം. യേശുവിനെ കൈക്കൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കണം. അപ്പോൾ ആ നാമത്തിൽ കൂടി നമുക്ക് ദൈവമക്കളായി തീരാം. രണ്ടാമത്തത്, ദൈവത്തെ അപ്പാപിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രൻ്റെ ആത്മാവിനെ അവൻ നമ്മളുടെ ഹൃദയങ്ങളിൽ അയച്ചു. ഹൃദയങ്ങളിൽ പുത്രത്വത്തിൻ്റെ ആത്മാവിനെ പ്രാപിച്ചിരിക്കണം. മൂന്നാമത്തത്, റോമാലേഖനം 8-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നടത്തുന്നവർ ദൈവത്തിൻ്റെ മക്കളാവും. ദൈവത്തിൻ്റെ ആത്മാവ് നടത്തുന്നവരാണ് ദൈവത്തിൻ്റെ മക്കൾ. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട്, ഒന്ന്, ദൈവത്തിൻ്റെ മക്കളായി തീരണം. അതിന് അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കണം. രണ്ടാമത്തത്, പുത്രത്വത്തിൻ്റെ ആത്മാവിനെ, ദൈവപുത്രൻ്റെ ആ അപ്പാപിതാവിനെ വിളിക്കാനുള്ള സ്വപുത്രൻ്റെ ആത്മാവിനെ തന്നെ പ്രാപിച്ചിരിക്കണം. മൂന്നാമത്തത്, ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടണം, അല്ലെങ്കിൽ ജീവിപ്പിക്കപ്പെടണം, നടത്തപ്പെടണം. ഇങ്ങനെയുള്ളവനാണ് ദൈവത്തിൻ്റെ വചനപ്രകാരം ദൈവത്തെ പിതാവെന്ന് വിളിക്കാനുള്ള യോഗ്യതയുള്ളവർ. ഇല്ലാത്തവരെല്ലാം വിളിക്കുമെങ്കിലും പഴയ നിയമത്തിലും നമ്മൾ അങ്ങനെ കാണുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ദൈവമക്കളെന്ന് വിളിക്കപ്പെടാനുള്ള യോഗ്യത ഈ 3 ഘടകങ്ങൾ അടിസ്ഥാനമായിട്ടുള്ളവർക്കാണ്. തുടർന്നും പല കാര്യങ്ങളുണ്ടെങ്കിലും അടിസ്ഥാന ഘടകം ഈ 3ആണ്. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കണം. സ്വപുത്രൻ്റെ ആത്മാവിനെ, ദൈവത്തിൻ്റെ പുത്രൻ്റെ ആത്മാവിനെ പ്രാപിക്കണം. ദൈവത്തിൻ്റെ ആത്മാവിനാൽ നടത്തപ്പെടുകയും വേണം. ഇത്രയുമുള്ളവൻ ദൈവത്തെ പിതാവെന്ന് വിളിക്കാനുള്ള യോഗ്യതയുള്ളവനാണ്. രണ്ടാമത്തെ വിഷയമാണ് എഴുതിയിരിക്കുന്നത്, നിന്റെ നാമത്തെ വിശുദ്ധീകരിക്കണമേ. നിന്റെ നാമത്തെ വിശുദ്ധീകരിക്കണമേ എന്തെന്നാൽ, അവിടെ എഴുതിയിരിക്കുന്നത്, നമ്മൾ വചനത്തിൽ നിന്ന് പലപ്പോഴും പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൽപ്പന എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കൽപ്പനയോ അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നാം വിശ്വസിക്കണമെന്നാണ്. യോഹന്നാന്റെ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നതാണ്. അവൻ്റെ കൽപ്പനയോ അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നാം വിശ്വസിക്കണം. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതല്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അതായത് ഏകസത്യ ദൈവത്തോട്. യോഹന്നാന്റെ ലേഖനത്തിൽ പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിക്കണമെന്ന് പറഞ്ഞ ആ ആളുടെ നാമമാണ് ഇവിടെ വിഷയം. പിതാവേ, നിന്റെ നാമത്തെ വിശുദ്ധീകരിക്കണം. ഇത് തമ്മിലുള്ള വ്യത്യാസം. വചനത്തിൽ ഇത് പലപ്പോഴും മാറി പറഞ്ഞിട്ടുണ്ട്. ഒരു മനുഷ്യൻ യേശുക്രിസ്തു എന്നത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമമാണ് എന്ന് വിശ്വസിക്കേണ്ടവനാണ്. അതങ്ങനെ വിശ്വസിച്ചേ തീരൂ. എന്നാൽ അതിന് ഓരോന്നിനും ഓരോ പ്രയോജനങ്ങളും പ്രതിഫലങ്ങളുമാണ്. യേശുക്രിസ്തു എന്നത് പിതാവിൻ്റെ നാമമെന്ന് വിശ്വസിച്ചാൽ അതിൻ്റെ ഫലമല്ല. യേശുക്രിസ്തു പുത്രൻ്റെ നാമമെന്ന് വിശ്വസിച്ചാൽ ആ ഫലമല്ല. യേശുക്രിസ്തു പരിശുദ്ധാത്മാവിൻ്റെ നാമമെന്ന് വിശ്വസിച്ചാൽ. ഇത് മൂന്നും വകതിരിച്ച് പഠിക്കുക എന്നുള്ളതാണ് ഉപദേശത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ഭാഗം. അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത്, കർത്താവായ യേശു തൻ്റെ ശിഷ്യന്മാരെ കുറിച്ച് പ്രകാരം പ്രാർത്ഥിച്ചു. ദൈവത്തോട് പ്രാർത്ഥിച്ചു, പിതാവേ,
നീ എനിക്ക് തന്നിട്ടുള്ളവർക്ക് ഞാൻ നിന്റെ നാമത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ പിതാവായ ദൈവത്തിൻ്റെ നാമത്തെ യേശു തൻ്റെ ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി. എന്തിനു വേണ്ടിയിട്ട്? യോഹന്നാൻ 17-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യത്തിൽ വായിക്കുന്നത്, നീ എന്നെ സ്നേഹിക്കുന്ന സ്നേഹം ഇവരിലാകുവാനും ഞാൻ ഇവരിലാകുവാനും ഞാൻ നിന്റെ നാമത്തെ ഇവർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ നാമത്തെ, പിതാവായ ദൈവത്തിൻ്റെ നാമം യേശുക്രിസ്തു ആണെന്ന് വെളിപ്പെടുന്നവർക്ക് ലഭിക്കുന്ന നന്മകളാണ് ഇവിടെ നമ്മൾ കേട്ടത്. എന്ത്? ക്രിസ്തു യേശുവിനെ അവരുടെ ഉള്ളിൽ പ്രാപിപ്പാൻ കഴിയും. ക്രിസ്തു യേശുവിനോടുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തെ അവർക്ക് പ്രാപിപ്പാൻ കഴിയും. ഈ 2 ഗുണങ്ങളാണ് അവിടെ എഴുതിയിരിക്കുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ മക്കളായി തീരാൻ അതിലല്ല വിശ്വസിക്കേണ്ടത്. ദൈവത്തിന് അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. ആരെ കൈക്കൊണ്ട്? പുത്രനായ യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമം യേശുക്രിസ്തു ആണെന്ന് വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകാൻ അധികാരം കൊടുത്തു. ദൈവമക്കളായി തീരാൻ പുത്രൻ്റെ നാമം യേശുക്രിസ്തു ആണെന്ന് വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളായി തീരാൻ അധികാരം കൊടുത്തു. അപ്പോൾ രണ്ടാണെന്ന് ഓർക്കണം. ഒന്ന്, ദൈവത്തിന് സ്നേഹം പ്രാപിപ്പാനും ദൈവത്തിന് ക്രിസ്തുവിനോടുള്ള സ്നേഹം പ്രാപിച്ചെടുക്കാനും ക്രിസ്തുവിനെ ഉള്ളിൽ പ്രാപിപ്പാനും ഇത് യേശുക്രിസ്തു എന്നത് പിതാവിൻ്റെ നാമമാണെന്ന് മനുഷ്യൻ വെളിപ്പെടണമെന്ന് വിശ്വസിക്കണം. ദൈവമക്കളായി തീരാൻ അതല്ല, പുത്രൻ്റെ നാമമാണ്, പുത്രൻ്റെ നാമം യേശുക്രിസ്തു ആണെന്ന് വിശ്വസിക്കണം. ഇനി മൂന്നാമത്തെ ഘട്ടം, മൂന്നാമത്തേതാണ് പരിശുദ്ധാത്മാവിൻ്റെ നാമം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് പ്രകാരമാണ്. പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ വരുമ്പോൾ അവൻ പിതാവ് എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലതും വെളിപ്പെടുത്തും. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ നാമം യേശുക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്നത് ക്രിസ്തു യേശുവിനെ കുറിച്ച് പൂർണ്ണമായിട്ടുള്ളൊരു അറിവ്, ക്രിസ്തു യേശു ആരെന്നും ക്രിസ്തു യേശുവിൽ കൂടിയുള്ള രക്ഷ എന്തെന്നും പൂർണ്ണമായിട്ടൊരു അറിവ് നമുക്ക് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരണമെങ്കിൽ പരിശുദ്ധാത്മാവ് നാമം യേശുക്രിസ്തു എന്ന് നമ്മൾ വിശ്വസിക്കണം. ഈ 3 ഘട്ടങ്ങളാണ്, ഈ 3 പ്രതിഫലങ്ങളാണ്, ഈ 3 കാര്യങ്ങളാണ് ഈ 3 വിശ്വാസത്തിൽ കൂടി മനുഷ്യന് ലഭിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ പഠിക്കുന്ന വചനഭാഗം, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരിശോധിപ്പിക്കുന്നു പറയുമ്പോൾ നമുക്ക് പിതാവായ ദൈവത്തിൻ്റെ നാമത്തിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പിതാവായ ക്രിസ്തു യേശുവിനെയും നമ്മുടെ ഉള്ളിൽ പ്രാപിപ്പാനുണ്ടായ കാരണം. അതുപോലെ തന്നെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നാം വിശ്വസിക്കണം. അതുകൊണ്ടാണ് ദൈവമക്കളായി തീർന്നത്. പരിശുദ്ധാത്മാവിൻ്റെ നാമം യേശുവാണെന്ന് വിശ്വസിക്കണം. അതുകൊണ്ടാണ് ക്രിസ്തു യേശുവിനെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവ് നമുക്ക് ലഭിക്കുന്നത്. ഇങ്ങനെ ഒരു അവസ്ഥയിലാണ് കർത്താവ് നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പീൻ. എങ്ങനെ? സ്വർഗസ്ഥനായ പിതാവേ, നിന്റെ നാമത്തെ വിശുദ്ധീകരിക്കണമേ. എന്തിനു വേണ്ടിയിട്ടാണ് നാമത്തെ വിശുദ്ധീകരിക്കുന്നത്? നാമം വിശുദ്ധമാണല്ലോ. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് നാമത്തെ വിശുദ്ധീകരിക്കുന്നത്? അതിനുത്തരം ദൈവത്തിൻ്റെ വാതിൽ പറഞ്ഞേക്ക്, അവർ എൻ്റെ നാമത്തെ അശുദ്ധമാക്കുവാൻ തക്കവണ്ണം ഒരു പുരുഷനും അവൻ്റെ പിതാവും, അതായത് അപ്പനും മോനും, ഒരു യുവതിയുടെ അടുക്കൽ ചെല്ലുന്നു. വേശ്യാവൃത്തിക്ക് പോകുന്ന ഒരു ഇസ്രായേൽ ജനത്തെക്കുറിച്ച് പറയുകയാണ്. അപ്പനും മകനും ഒരു സ്ത്രീയുടെ അടുക്കൽ ചെന്ന് കർത്താവിൻ്റെ നാമത്തെ അശുദ്ധമാക്കി. അപ്പോൾ പ്രവൃത്തിയുടെ ദോഷത്താൽ നാമത്തെ മലിനമാക്കാൻ സാധിക്കും. അരുതാത്തത് സംസാരിച്ചാൽ കർത്താവിൻ്റെ നാമത്തെ മലിനപ്പെടുത്താൻ സാധിക്കും. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ വചനത്തെ കഷ്ടതയിൽ കൂടി അനുസരിച്ചാൽ നാമത്തെ മഹത്വപ്പെടുത്താനും സാധിക്കും. ഇവിടെ നിന്ന് നമ്മൾ പഠിക്കുന്നത്, കർത്താവിൻ്റെ നാമത്തിൽ ജീവൻ പ്രാപിച്ച കർത്താവിൻ്റെ മക്കളോടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പീൻ, സ്വർഗസ്ഥനായ പിതാവേ. അപ്പോൾ നിങ്ങൾക്ക് സ്വർഗസ്ഥനായ പിതാവേ എന്ന് വിളിക്കുവാൻ തക്കവണ്ണം നിങ്ങൾക്ക് എന്തൊക്കെ ലഭിച്ചിട്ടുണ്ട്?
അവൻ്റെ നാമത്തിൽ വിശ്വസിച്ച് ദൈവമക്കളായി തീർന്നിട്ടുണ്ട്. അവൻ്റെ സ്വപുത്രൻ്റെ ആത്മാവിനെ തന്നിട്ടുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവിനാൽ നടത്തപ്പെട്ടിട്ടുമുണ്ട്. ഈ 3 യോഗ്യതകളുള്ളവർ മാത്രമേ മറ്റത് പ്രാർത്ഥിക്കാൻ വ്യവസ്ഥയുള്ളൂ. എങ്ങനെ? വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ചെയ്തിരിക്കണം. ദൈവത്തെക്കുറിച്ചുള്ള മനോബോധം നിമിത്തം വേണം അവൻ ജീവിക്കാൻ. ഇങ്ങനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് എന്ത് ഹിതമാകുന്നുവോ അതിൽ കൂടി മാത്രമാണ് അവൻ ജീവിക്കുന്നത്. ഇങ്ങനെ ജീവിക്കുന്നവനാണ് പറയേണ്ടത്, ദൈവമേ നിന്റെ നാമത്തെ വിശുദ്ധീകരിക്കണമേ എന്ന് പറഞ്ഞാൽ, നാമം വിശുദ്ധമാണ്, എന്നിൽ വിശുദ്ധീകരിക്കണം. അങ്ങനെ പറയുന്നവൻ എന്ത് ചെയ്തിരിക്കണം? നാമത്തെ അശുദ്ധമാക്കുന്ന ഒരു പ്രവൃത്തി ചെയ്തിരിക്കാൻ പാടില്ല. പോരാ, നാമത്തിൽ സകല പ്രവൃത്തികളും ചെയ്തിരിക്കണം. അതും പോരാ, കഷ്ടതയിൽ തന്നെ നാമത്തിന് അനുസരണം പ്രാപിച്ചിരിക്കണം. ഉള്ളവൻ കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് തിരുനാമത്തെ വിശദീകരിക്കണം. ഇതിന് കർത്താവ് നമുക്ക് മാതൃക തന്നിട്ട് പോയിട്ടുണ്ട്. എന്തെന്നാൽ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞിരിക്കുന്നു, മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടാണ്ട് നാഴിക വന്നിരിക്കുന്നു. യേശു 33.5 വയസ്സ് തികഞ്ഞു. അത് തേജസ്കരിക്കപ്പെടാനുള്ള പോവുകയാണ്. എങ്ങനെയാണ് തേജസ്കരിക്കപ്പെടണേ? ഇപ്പം നമ്മളോട് പറഞ്ഞതുപോലെ തന്നെ, സ്വർഗസ്ഥനായ ഞങ്ങൾ പിതാവേ നിന്റെ നാമത്തെ വിശദീകരിക്കപ്പെടണമേ എന്ന് പറഞ്ഞതുപോലെ തന്നെ യേശുവും തൻ്റെ ജീവിതം ദൈവത്തോട് പ്രാർത്ഥിക്കാൻ, പിതാവേ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണം. ഒരു വേർഡിൻ്റെ വ്യത്യാസം, മഹത്വപ്പെടുത്തണമെന്നും വിശദീകരിക്കപ്പെടണമെന്നും ഉള്ള ഒരു വാക്കിൻ്റെ വ്യത്യാസം മാത്രമേ അവിടെയുള്ളൂ. രണ്ടും വേർഡെന്നാ. എന്തെന്നാൽ ഗ്ലോറിഫൈ ചെയ്യണമെന്നാ. ഇത് നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ എന്ന്. എന്ത് ചെയ്തിട്ടാണ്? യേശു അതിനു മുമ്പ് പറഞ്ഞു, ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. അതായത് വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും യേശു ചെയ്തത് ഈ നാമത്തിലാണ്. ഈ നാമത്തിന് മഹത്വം വരുന്ന പ്രവൃത്തി മാത്രമേ, വാക്ക് മാത്രമേ, നിരൂപണം മാത്രമേ യേശുവിൽ നിന്ന് വന്നിട്ടുള്ളൂ. അതുകൊണ്ട് ഇനി വേണ്ടത് ദൈവം അത് അംഗീകരിക്കണം. ശരിയാണ്, ഇവൻ ഈ നാമത്തെ മഹത്വപ്പെടുത്തി ജീവിച്ചവനാണ് എന്ന് പറഞ്ഞാൽ, ഒരുവന്റെ പ്രവൃത്തി ഒരു മനുഷ്യൻ, ഒരു ഉദാഹരണമായിട്ട് തോമസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ 1-ാം തീയതി മുതൽ പേപ്പർ ഇടാൻ തുടങ്ങി. അപ്പോൾ തോമസ് പേപ്പർ കൊണ്ടുവന്നു. 2-ാം തീയതി വന്നു, 3-ാം തീയതി വന്നു. ഇങ്ങനെ 30 ദിവസം, ഒരു മാസം പേപ്പർ ഇട്ടു. 31-ാമത്തെ ദിവസം പൈസ കൊടുക്കുന്നത് തോമസിനല്ല, പേപ്പറുകാരൻ തോമസിനാണ്. ഇതുപോലെ യേശു ലോകത്തിൽ വന്നതിന് ശേഷം യേശു പറഞ്ഞു, ഞാൻ ചെയ്യുന്ന സകല പ്രവൃത്തികളും എൻ്റെ പിതാവിൻ്റെ നാമത്തിലാണ് ചെയ്യുന്നത്. അതിനുശേഷം സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നു, വാക്കിനാലോ ക്രിയയാലോ എന്ത് പ്രവൃത്തി ചെയ്താലും നിങ്ങൾ അവൻ്റെ നാമത്തിൽ വേണം ചെയ്യാൻ. അങ്ങനെ തൻ്റെ ആയുഷ്കാലം മുഴുവനും ഈ പ്രവൃത്തി തികച്ചു. ഒടുവിൽ മരിക്കുന്നതിന് മുമ്പ് തേജസ്കരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, പിതാവേ നിന്റെ നാമത്തെ മഹത്വീകരിക്കണമേ, നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. ദൈവം അവൻ്റെ സകല പ്രവൃത്തികളും ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ആയിരുന്നതുകൊണ്ട് സമ്മതിച്ചു, ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും എന്ന് ഉയരത്തു നിന്നൊരു ശബ്ദമുണ്ടായി. ഈ സമയമാണ് യേശു പിതാവായ ദൈവത്തിൻ്റെ നാമത്തിന് അവകാശിയായി തീർന്നു. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്, ദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവൻ അവകാശിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്ന സന്ദർഭം എന്ന് പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ ഉയരത്തിൽ നിന്ന് ഈ ശബ്ദം ഉണ്ടായപ്പോഴാണ്. ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തുമെന്നുള്ള ശബ്ദം ഉണ്ടായപ്പോഴാണ്. ദൈവത്തിൻ്റെ വചനം അങ്ങനെ തന്നെ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ വാക്കാണ്, നിങ്ങളും ഇവനും പ്രാർത്ഥിക്കണം. എങ്ങനെ? സ്വർഗസ്ഥനായ പിതാവേ, അതായത് ദൈവമക്കളായി തീർന്ന് പുത്രത്തിൻ്റെ ആത്മാവിനെ പ്രാപിച്ച് ദൈവത്തിൻ്റെ ആത്മാവിനെ നടത്തപ്പെട്ടതിന് ശേഷം നിങ്ങൾ പ്രാർത്ഥിച്ചോളാം, ദൈവമേ നിന്റെ നാമത്തെ വിശുദ്ധീകരിക്കണമേ. യേശു പ്രാർത്ഥിച്ചതുപോലെ തന്നെ പ്രാർത്ഥിക്കാൻ ദൈവത്തിൻ്റെ മക്കൾക്ക് അനുവാദം കൊടുത്തിരിക്കുക, അധികാരം കൊടുത്തിരിക്കുക, ബോധം കൊടുത്തിരിക്കുക. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ പ്രവൃത്തി ദൈവം ആദിയോടൊന്നും പരിശോധിച്ചതിന് ശേഷം
ദൈവനാമത്തെ മഹത്വപ്പെടുത്തിയ ദൈവത്തെ മഹത്വപ്പെടുത്തിയ ഒരു ജീവിതമായിരുന്നു അവൻ്റേതെങ്കിൽ, ദൈവത്തിൻ്റെ ആത്മാവാണ് അവനെ നടത്തിയതെങ്കിൽ, അവനിൽ പുത്രത്വത്തിൻ്റെ ആത്മാവിനെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ, അവൻ ദൈവമകൻ എന്നുള്ള നിലയ്ക്ക് നിലനിർത്തുന്നുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ വചനം പറയുന്നത് ദൈവം സാക്ഷ്യം കൽപ്പിക്കും. എങ്ങനെ? യേശുവിനെ കുറിച്ച് ദൈവം സ്വർഗത്തിൽ നിന്ന് അരുളിച്ചെയ്തു, ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തുമെന്നുള്ളൊരു വാക്ക് ദൈവഭക്തനെ കുറിച്ച് സ്വർഗത്തിൽ നിന്ന് പറഞ്ഞാൽ, ആ സമയം മുതൽ അവൻ ഈ നാമത്തിന് അവകാശിയാണ്. ഏത് നാമത്തിന്? യേശുക്രിസ്തു എന്ന നാമത്തിന് അവകാശിയാണ്. അപ്പോൾ യേശുക്രിസ്തു എന്ന നാമത്തിന് അവകാശിയായപ്പോൾ ഇത് ആരുടെയൊക്കെ നാമമാണ്? ഇത് പിതാവിൻ്റെ നാമമായിരുന്നു. അത് കഴിഞ്ഞ് ഇത് പുത്രൻ അവകാശമാക്കി. വീണ്ടും ഇത് പുത്രൻ പരിശുദ്ധാത്മാവായി തീർന്ന് ലോകത്തിലേക്ക് വന്നു. അത് പരിശുദ്ധാത്മാവ് അവകാശമാക്കി. വീണ്ടും ഇതാ ദൈവഭക്തൻ്റെ നാമവും അതായി തീർന്നു. ആ സമയം മുതൽ ഈ ഭക്തന് പറയാവുന്ന വാക്കാണ്, യേശുക്രിസ്തു എന്നത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും എൻ്റെയും നാമമാണ്. അവനും കൂടി അത് അവകാശമാക്കി. ഇതാണ് ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവന് ലഭിക്കാവുന്ന പരമപദവി. ഈ പദവിയിലുള്ളവരല്ലാതെ മറ്റാരും കർത്താവിനോടുകൂടെ ദൈവസിംഹാസനത്തിൽ ഇരിക്കില്ല. ഈ പദവി പ്രാപിക്കുന്നതാണ് ലോകത്തെ ജയിച്ചവൻ. അവനാണ് കർത്താവ് തന്നോടുകൂടി ഇരിക്കാൻ വരം നൽകുന്നത്.